നാം ഇന്ന് കാണുന്ന ഈ ലോകമല്ലാതെ ഒരു അദൃശ്യ ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കുകയില്ല. എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ദൃശ്യ ലോകത്ത് നിന്നുകൊണ്ട് അദൃശ്യ ലോകത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും. അദൃശ്യ ലോകത്തെയും ദൃശ്യലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നമ്മുടെ വാക്കുകൾ. അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതൽ നമ്മെ കാണിച്ചു തരുന്ന ഒന്നാണ് വാക്കുകളുടെ ശക്തി എന്നത്. നാവുകൊണ്ട് വിതയ്ക്കുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും എന്ന പ്രമാണം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മുതലുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തള്ളിക്കളഞ്ഞ ശൂന്യതയിലേക്ക് വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്യുമ്പോ വെളിച്ചമുണ്ടാകുകയാണ്. പ്രപഞ്ചത്തെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് വാക്കുകളുടെ ശക്തിയാണ്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഈ ദൈവത്തിന്റെ മകനായി മകളായി നാം മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മകനായി മകളായി മാറ്റപ്പെട്ട നമ്മുടെ വാക്കുകളുടെ ശക്തിയെ നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: മനുഷ്യന്റെ വയറ് അവന്റെ വായുടെ ഫലം കൊണ്ട് നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. ദൈവത്തിലെ നമ്മിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വാക്കും മടങ്ങി വന്ന് നമ്മെ പരിപോഷിപ്പിക്കുകയോ നമ്മെ നശിപ്പിക്കുകയോ ചെയ്യുമെന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും: മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഈ വാക്യം നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. നമ്മുടെ വാക്കിനെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാക്കിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് അല്ലേ ഇന്ന് നാം അനുഭവിക്കുന്നത് എന്ന് പുറകോട്ട് നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നാവിലൂടെ നാം പറഞ്ഞത് ഈ ദിവസങ്ങളിൽ നാം അനുഭവിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ വാക്കുകളുടെ പ്രയോഗത്തെ നിയന്ത്രിക്കേണ്ടുന്ന ആവശ്യകത നമുക്ക് തന്നെ മനസ്സിലാകും. പ്രിയദൈവത്തിലെ, മുമ്പിലുള്ള വിഷയങ്ങളെ കണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അഭിപ്രായം പറയില്ല. മുമ്പിലുള്ള വിഷയത്തിന്റെ വലിപ്പമല്ല പറയേണ്ടത്, മറിച്ച് കൂടെയുള്ള ദൈവത്തിന്റെ വലിപ്പം പറയാൻ തുടങ്ങണം. ഒരു ചെറിയൊരു വിഷയം കടന്നു വരുമ്പോഴേക്കും എല്ലാം തീർന്നു എന്ന് പറയുന്നതിന് മുമ്പേ അല്പസമയം മൗനമായിരുന്ന് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ഇവിടെ കാണുമെന്ന് പറയാൻ തുടങ്ങണം. ശത്രുവായവൻ തകർക്കാൻ കൊണ്ടുവരുന്ന വിഷയങ്ങളെ നോക്കി ആ വിഷയത്തിൽ ഞാൻ തീരുമെന്ന് പറയുന്നതിന് മുമ്പേ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ഈ വിഷയത്തിന്റെ നടുവിൽ കാണുമെന്ന് പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ. അതെ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അത് അനുഭവിക്കും. പ്രിയദൈവത്തിലെ, നിങ്ങളുടെ വാക്കുകൾ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഭവനത്തിൽ പറയുന്ന വാക്കുകൾ നാം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറയോട് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പറയുന്നത് പോലെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീവിതയാത്രയിൽ വളരെയധികം പ്രാധാന്യത്തോടെ നാം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നാം തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. അതിന്റെ അർത്ഥം നാം പരിഹാസികളാണ് എങ്കിൽ ബന്ധനങ്ങൾ മുറുകിപ്പോകുമെന്ന്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, മറ്റുള്ളവരെ പരിഹസിക്കുവാൻ നാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മിലേക്ക് ആപത്ത് കൊണ്ടുവരുന്നു എന്ന് നാം തിരിച്ചറിയണം. നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നാം അനുഗ്രഹിക്കുന്നവരാകണമെന്ന് ദൈവം പറയുന്നത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥമായി നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാകണം. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മകളിൽ അസൂയപ്പെടാത്ത ഒരു മനസ്സ് തരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പലപ്പോഴും പല വിഷയങ്ങളുടെയും തുടക്കം അസൂയയിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ദൈവഹിതമല്ലാത്ത എല്ലാം എടുത്തു മാറ്റി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി നാം മാറേണ്ടത് വളരെ ആവശ്യമാണ്. നാം മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ ഒരുപക്ഷെ ആ സാഹചര്യത്തിൽ അനേകർ ചിരിക്കാൻ കാണും, സപ്പോർട്ട് ചെയ്യാൻ അനേകരുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ ഒരു ബാഹ്യ രൂപമാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന പരിഹാസത്തിന്റെ വാക്കുകളെന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. ഇന്ന് യേശുവിനോട് ചേർന്ന് നിന്നിട്ട് പറയണം: ഇല്ല, ശത്രുവിന്റെ തന്ത്രം ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കുകയില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ദേശത്ത് ഞാൻ ദൈവത്തിന്റെ നന്മ കാണുമെന്ന് പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ, നിങ്ങൾ വിശ്വാസത്തോടെ പറയുന്ന നിങ്ങളുടെ വാക്കുകൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുകയാണ്.
ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികാരത്തിന് സ്ഥാനമില്ല കേട്ടോ. ഒരാൾ നമ്മെ ശകാരിക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുവാൻ മാനുഷിക പ്രകൃതി നമ്മെ പ്രേരിപ്പിക്കുമെങ്കിലും നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് കഴിയുമെന്നേ. അതെ, ഈ ദിവസങ്ങളിൽ മുമ്പിലുള്ള വിഷയങ്ങളെ കണ്ട് പരിതപിച്ച് പള്ളു പറഞ്ഞ് ജീവിതം തീർക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവിക പ്രൊവിഷനുകളെ കുറിച്ച്, ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ച് വിളിച്ചു പറയുവാൻ തുടങ്ങണം. അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പലപ്പോഴും സാഹചര്യങ്ങളെ കണ്ട് എല്ലാം തീർന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ നന്മയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. അതുകൊണ്ട് ഇനി മുതൽ അങ്ങനെ പറയരുത്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ദൈവിക വാഗ്ദത്തങ്ങൾ ആ സാഹചര്യങ്ങളെ നോക്കി പറയുവാൻ തുടങ്ങണം. കടന്നുപോകുന്ന വിഷയത്തിന്റെ വലുപ്പം പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ നാളുകളിൽ എന്നെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കാൻ ശക്തനാണെന്ന് പറയാൻ തുടങ്ങണം. അങ്ങനെ പറയുന്നെങ്കിൽ ജീവിതയാത്രയിൽ അത്ഭുതകരമായ മാറ്റം കാണുവാൻ കഴിയും. ഇന്ന് ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? നമ്മുടെ നാവിനെ, വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാണോ? നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ നമ്മെ സഹായിപ്പാനായി കടന്നു വന്ന പരിശുദ്ധാത്മാവിനെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഉപദേശിച്ച് വഴി നടത്തുവാൻ അയച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഈ ജനം അറിയട്ടെ. ദൈവശബ്ദം ഇവർ കേൾക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാ. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക നന്മകൾ ഈ ജനം കാണട്ടെ. അപ്പാ, ഇവർ വിശ്വാസത്തോടെ പറയുന്ന വാക്കുകളുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ തന്നെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകണം. സകല മാനവും മഹത്വം അങ്ങേക്ക്. സകലവും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.